ഇനി നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. തൃശ്ശൂരിൽ നിന്നും സാരംഗ് വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, തൃശ്ശൂരിലെ ഇപ്പോഴത്തെ നില? അജിംഷാദ്, കോർപ്പറേഷനിലേക്കുള്ള വോട്ടെണ്ണൽ പൂർണ്ണമായും പൂർത്തിയായതോടെ 56 ഡിവിഷനിൽ 34 ഡിവിഷനുകളും വിജയം UDF-നാണ്. LDF-ന് 11 ഡിവിഷനിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ NDA 8 സീറ്റുകളിലും വിജയിച്ചു. കോർപ്പറേഷനിലെ വോട്ടെണ്ണൽ പൂർണ്ണമായിട്ടും പൂർത്തിയായിട്ടുണ്ട്. അതേസമയം മുനിസിപ്പാലിറ്റികൾ, അതായത് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് കോർപ്പറേഷൻ ഒഴികെ മറ്റെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും LDF-ന് മികവാർന്ന ലീഡാണുള്ളത്. മുനിസിപ്പാലിറ്റികളിൽ ആകെ 7 മുനിസിപ്പാലിറ്റികളിൽ LDF 5 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. ചാവക്കാട്, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, പിന്നീട് വടക്കാഞ്ചേരി, ഈ ഇത്രയും നഗരസഭകൾ LDF-ന് വ്യക്തമായ ലീഡ് നൽകുന്നു അല്ലേ? കുന്നംകുളം, തീർച്ചയായിട്ടും ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ, ചാവക്കാട് അങ്ങനെയുള്ള നഗരസഭകളാണ്. അത് കഴിഞ്ഞ വർഷവും അത്തരത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന നഗരസഭയാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ നഗരസഭ, അതുപോലെ തന്നെ ചാവക്കാട് നഗരസഭ, കൊടുങ്ങല്ലൂർ നഗരസഭ, അങ്ങനെ നഗരസഭകളൊക്കെ തന്നെയും LDF-നൊപ്പം തന്നെയാണ്. LDF-നാണ് വലിയ ലീഡ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തിനേലും ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചും വലിയ ലീഡ് ഇടതുപക്ഷത്തിനുണ്ട്. ഇടതുപക്ഷത്തിന് LDF-ന് 29 ലീഡാണ്. 29 ഇടങ്ങളിലാണ് LDF-ന് ലീഡുള്ളത്. അതോടൊപ്പം തന്നെ UDF-ന് 9 ഇടങ്ങളിലും NDA-ക്ക് ഒരിടത്തുമാണ് ലീഡുള്ളത്. ഇനി ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആകെ 16 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. അവിടെയും ഇത്തരത്തിൽ LDF-ന് 9 ലീഡാണുള്ളത്. 9 ഇടങ്ങളിൽ ലീഡ്. UDF-ന് 6 ഇടങ്ങളിൽ ലീഡ്. ഗ്രാമപഞ്ചായത്ത് ആകെ 86 ഗ്രാമപഞ്ചായത്താണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. ഇവിടെ 48ഓളം ഗ്രാമപഞ്ചായത്തുകൾ ഇത്തരത്തിൽ LDF-നാണ് ലീഡുള്ളത്. അതോടൊപ്പം തന്നെ UDF-ന് 31 ഇടങ്ങൾ മാത്രമാണ് ലീഡുള്ളത്. അജിംഷാദ്, തീർച്ചയായും ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള കണക്ക് നോക്കിയാൽ ഈ LDF-ന് 21 ഇടങ്ങളിലല്ലേ, 21 ഡിവിഷനുകളിലല്ലേ മേൽക്കൈയുള്ളത്. അപ്പോൾ ഒരെണ്ണം NDA-ക്ക്, ബാക്കി ഏതാണ്ട് 8 എണ്ണം മാത്രമല്ലേ UDF-നുള്ളൂ ജില്ലാ പഞ്ചായത്ത്? അതെ, 8 എണ്ണം. ഓക്കെ, എന്തായാലും ഈ തൃശ്ശൂർ കോർപ്പറേഷനെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് കൂടി ഒന്ന് പോയാൽ. കോർപ്പറേഷനെ സംബന്ധിച്ച് നിലവിൽ 56 ഡിവിഷനുകളിൽ UDF-ന് 34 ഇടത്താണ് UDF വിജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ NDA 8 ഇടത്തും വിജയിച്ചിട്ടുണ്ട്. LDF-ന് 11 ഇടങ്ങളിലാണ് LDF വിജയിച്ചിട്ടുള്ളത്. പ്രധാനമായും ലാലൂര് നമ്മൾ ഉറ്റുനോക്കിയിരുന്ന ഒരിടമായിരുന്നു ലാലൂർ എന്നാൽ UDF ആണ് ലാലൂര് ജയിച്ചിട്ടുള്ളത്. LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ലിസി ജോയിയെ വലിയ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് UDF-ന്റെ സ്ഥാനാർത്ഥി വിജയം നേടിയിട്ടുള്ളത്. എന്തിനേലും കോർപ്പറേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ UDF-ന് വലിയ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അജിംഷാദ്, തീർച്ചയായും തൃശ്ശൂർ ജില്ലയിലാകെ നോക്കുമ്പോഴുള്ള കണക്കുകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ സാരംഗ് നൽകിയ വിവരം. തൃശ്ശൂർ കോർപ്പറേഷനിലും UDF തന്നെയാണ് ലീഡ് നിലനിർത്തുന്നത്. പക്ഷേ നഗരസഭകളെ സംബന്ധിച്ച് തൃശ്ശൂരിൽ LDF-ന് വലിയ ആശ്വാസമുണ്ട്. കാരണം ചാവക്കാട്, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, ഒപ്പം വടക്കാഞ്ചേരി അടക്കമുള്ള നഗരസഭകളിൽ LDF-ന് ഇടതുമുന്നണിക്ക് നല്ല ലീഡ് നിലനിർത്താനാവുന്നുണ്ട്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ 2 നഗരസഭകൾ മാത്രമാണ് UDF-നൊപ്പം തൃശ്ശൂർ ജില്ലയിൽ നിൽക്കുന്നത്. പക്ഷേ കോർപ്പറേഷൻ UDF വ്യക്തമായ ലീഡുമായി മുമ്പോട്ട് പോവുകയാണ്. ഇതാണ് തൃശ്ശൂരിൽ നിന്നും ലഭിക്കുന്ന ഒരു ചിത്രം. സാരംഗാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.